നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് അതായത് BDLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നല്ലൊരു അവസരമാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 1,00,000 മുകളിലാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളും അത് എക്സ്ട്രാ നമുക്കുണ്ടായിരിക്കും. വെറുതെ ഞാൻ പറയുന്നതല്ല, നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൂടെ കാണാൻ പറ്റും. 40,000 മുതൽ 1,40,000 സ്കെയിൽ വരുന്നത്. അപ്പോൾ CTC കൂടെ കാണാം. 15.91 ലാക്ക് CTC വരുന്നുണ്ട്. 1,00,000 മുകളിൽ സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ട്. നല്ല അവസരമാണ്. നിങ്ങളുടെ കൂട്ടുകാരാരുടെ മാക്സിമം അതിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമ്പൈൻ സ്റ്റഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ എക്സാം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാം, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇതിൽ MT എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനിയാണ്. ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്. 15 വേക്കൻസിയാണ് അതിൽ വിളിച്ചിരിക്കുന്നത്. മെക്കാനിക്കൽ 10 വേക്കൻസി. ഇതൊക്കെ മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റാണ്. 4 വേക്കൻസി. ദെൻ കമ്പ്യൂട്ടർ സയൻസ് 2 വേക്കൻസി. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം ജനറൽ EWS അങ്ങനെ കാറ്റഗറി വൈസ് വേക്കൻസി കാണാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾ ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് ഏത് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. അതുപോലെ MT സൈബർ സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ട്. 2 വേക്കൻസി. മാനേജ്മെൻറ്റ് ട്രെയിനി കെമിക്കൽ നിങ്ങൾക്ക് 1 വേക്കൻസി. അതൊക്കെ ജനറലാണ്. ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മാനേജ്മെൻറ്റ് ട്രെയിനി സിവിൽ 2 വേക്കൻസി. ദെൻ മാനേജ്മെൻറ്റ് ട്രെയിനി ബിസിനസ് ഡെവലപ്മെൻറ്റ് 2 വേക്കൻസി. മാനേജ്മെൻറ്റ് ട്രെയിനി പബ്ലിക് റിലേഷൻ 1 വേക്കൻസി. ഇതൊക്കെ ജനറലാണ്. ജനറൽ പോസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റിസർവ് വേക്കൻസി തന്നെ വേണമെന്നില്ല. റിസർവ് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കട്ട് ഓഫിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു റിസർവേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിസർവ് പോസ്റ്റ് തന്നെ വേണമെന്ന് വിചാരിച്ച് വാശി പിടിച്ച് നിൽക്കരുത്. ഏതിലേക്കെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ജനറൽ മാത്രമാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ റിസർവ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. മാനേജ്മെൻറ്റ് ട്രെയിനി ഫൈനാൻസ് 4 വേക്കൻസിയാണ്. ദെൻ മാനേജ്മെൻറ്റ് ട്രെയിനി ഹ്യൂമൻ റിസോഴ്സ് വിളിച്ചിട്ടുണ്ട് 2 വേക്കൻസി. മാനേജ്മെൻറ്റ് ട്രെയിനി ഒഫീഷ്യൽ ലാംഗ്വേജ് 1 വേക്കൻസി. ഇതൊക്കെ ജനറലാണ്. ഇതിലൊക്കെ ജനറൽ വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ റിസർവ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജറാണ് ലീഗൽ. ഇതിലേക്ക് 1 വേക്കൻസി. അതും ജനറൽ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ദെൻ സീനിയർ മാനേജറാണ് സിവിൽ. ഇതിൽ ജനറൽ 1 വേക്കൻസി. ദെൻ DGM വിളിച്ചിട്ടുണ്ട് സിവിൽ. ഇതിൽ നിങ്ങൾക്ക് 1 വേക്കൻസി. ജനറലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ DGM എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്നുള്ളതാണ് കേട്ടോ. അത് വായിക്കുക. അങ്ങനെ 49 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട. നിങ്ങൾ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. ഇതിൻ്റെ സ്കെയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾക്ക് കാണാം. മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന CTC 15.91 ലാക്ക് വരും പെർ ആനം നമുക്ക് വരുന്ന ആ ഒരു CTC ആണ് ഇതിൽ പറയുന്നത്. നമുക്ക് 1,00,000 മുകളിൽ സാലറി ലഭിക്കും. അതിനെക്കാട്ടും കൂടുതലാണ് ബാക്കിയുള്ള ഇതിലൊക്കെ CTCയും കൂടെ കാണാൻ പറ്റും. ഇനി അടുത്ത നിങ്ങളുടെ ഏജ് ലിമിറ്റാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഏജ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആണെങ്കിൽ 27 ആണ്. OBC വേക്കൻസിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ. SC 32 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഏജൊക്കെ കണക്കാക്കുന്ന തീയതി എന്ന് പറയുന്നത് 21/2/2025 കണക്കാക്കിയിട്ടാണ്. അപ്പോൾ ഏജ് ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കൂടെ കാണാം ഓരോ പോസ്റ്റിൻ്റെയും ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജും റിസർവ്ഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഏജും നിങ്ങൾക്കൂടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന എന്താണ് സീനിയർ മാനേജറിലേക്കും ഡെപ്യൂട്ടി ജനറൽ മാനേജറിലേക്കൊക്കെ 45-50 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പോസ്റ്റിലേക്ക് ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇലക്ട്രോണിക്സിൽ BR BTech എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകണ്ട. നിങ്ങൾക്കൂടെ കാണാം. അതിന് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻസ് കൂടെ കാണാം. കാരണം ഇലക്ട്രോണിക്സിൽ തന്നെ ഈ പറയുന്ന വിവിധ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ ഈ പറയുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലിൽ അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഓർഡർ പ്രകാരം തന്നെ പറയാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇലക്ട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പഠിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഈ പറയുന്ന BR BTech നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സിലായിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മിനിമം നമുക്ക് 65 ആണ് പെർസെൻറ്റേജ് വേണ്ടത് കേട്ടോ. അത് ഇതിൽ പറയുന്നുണ്ട്, ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഇതിന് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 60% മതി. അപ്പോൾ ഇലക്ട്രോണിക്സിൽ BR BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് മെക്കാനിക്കലാണ്. ഇത് ഈ പറയുന്ന മെക്കാനിക്കലിൽ നിങ്ങൾ BR BTech അല്ലെങ്കിൽ 5 years ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ട് പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കലാണ്. ഇതിലൊക്കെ അത് സെയിം തന്നെ. BR BTech അല്ലെങ്കിൽ ഈ പറയുന്ന 5 years ഇൻ്റഗ്രേറ്റഡ് പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് വേണം. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ BR BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് പഠിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത മാനേജ്മെൻറ്റ് ട്രെയിനി സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ BR BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ME or MTech ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഓക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് അതിൻ്റെ കൂടെ പ്ലസ് ഈ പറയുന്ന ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സൈബർ സെക്യൂരിറ്റിയിൽ BA or BTech അല്ലെങ്കിൽ MA or MTech ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് കെമിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് BA or BTech ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ 5 years എല്ലാത്തിലും 5 years ഇൻറ്റഗ്രേറ്റഡ് ആണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ വെച്ചാൽ MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സിവിലാണ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BA or BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെയാണ്. അത് മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലേക്ക് BA or BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റായിട്ട്. ഓക്കെ. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ അവർ പറയുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് വേണം, നമുക്ക് 2 years MBA വേണം. ഓക്കെ. അതിൻ്റെ കൂടെ അതായത് BA or BTech നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള MBA പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ MBA നമ്മൾ ഏതെങ്കിലും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽ ആൻഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ MBA ഇല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ MBA നിങ്ങൾ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പ്ലസ് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ സെയിൽ ആൻഡ് മാർക്കറ്റിങ്ങിലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം, കൺഫ്യൂഷൻ വേണ്ട. അതായത് അങ്ങനെയുള്ളവർ കാണാനില്ലാത്തവർക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇവിടെ മെക്കാനിക്കൽ മുതലും കൂടെ പ്രൊഡക്ഷൻ വരെ ഇതിലേതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നമുക്ക് BA or BTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള MBA. ഓക്കെ. MBA സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ സെയിൽ ആൻഡ് മാർക്കറ്റിങ്ങിലോ ആയിരിക്കണം. ഇനി MBA ഇല്ല, നമുക്കെന്താണ് BA or BTech പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന PG ഡിപ്ലോമയോ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ ഉണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ സെയിൽ ആൻഡ് മാർക്കറ്റിങ്ങിലോ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. MBAയുടെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന BA or BTech എല്ലാത്തിലും മസ്റ്റാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് പബ്ലിക് റിലേഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന MBAയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട് പബ്ലിക് റിലേഷൻസിലോ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ജേർണലിസം, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് ക്ലാസ് MBA അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടി. ഓക്കെ. 2 വർഷം ഡ്യൂറേഷനുള്ള മിനിമം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് ഫൈനൽ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ICAI കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ICWA കഴിഞ്ഞവരാണെങ്കിൽ അതിൽ ഫൈനൽ എക്സാം പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് MBA അല്ലെങ്കിൽ PG ഡിപ്ലോമ ഈ പറയുന്ന ഫൈനാൻസിൽ 2 വർഷം ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമയോ അതല്ലെങ്കിൽ MBA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ MBA മതി അല്ലെങ്കിൽ PG ഡിപ്ലോമ മതി, ഫൈനാൻസിൽ സ്പെഷ്യലൈസേഷനോട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. ഇനി ഹ്യൂമൻ റിസോഴ്സ് ആണ് മാനേജ്മെൻറ്റ് ട്രെയിനിൽ. ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫസ്റ്റ് ക്ലാസ് MBA അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് തുല്യമുള്ള ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ അല്ലെങ്കിൽ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ. HR അല്ലെങ്കിൽ PM ആൻഡ് IR അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ MBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ PG ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ദെൻ PG ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് MA ഹിന്ദി കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി MA FHT കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഗ്രാജുവേഷൻ ലെവലിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ട്രാൻസ്ലേഷനിലുള്ള ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ MA ഇംഗ്ലീഷ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിഗ്രി ലെവലിൽ നമ്മൾ ഹിന്ദി ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം. ഈ പറയുന്ന PG ഡിപ്ലോമ നമുക്ക് ട്രാൻസ്ലേഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മറ്റൊരു നമുക്ക് PG ഡിപ്ലോമ ആവശ്യമാണ് ട്രാൻസ്ലേഷനുള്ള, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് വരുന്നത് എനിക്ക് അസിസ്റ്റൻറ്റ് മാനേജർ ലീഗലാണ്. ഇതിലേക്ക് LLB കഴിഞ്ഞവരാണെങ്കിൽ 3 year ഡ്യൂറേഷനുള്ള LLB കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ 5 വർഷം ഡ്യൂറേഷൻ ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി അടുത്തത് സിവിലാണ്. സിവിലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, അതായത് SM സീനിയർ മാനേജറും നിങ്ങൾക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജറും ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള BR BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പലരും BR BTech അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ലാറ്ററലിലൂടെ എടുത്തവരാണെങ്കിൽ, അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷന് ചേർന്നവരാണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അങ്ങനെയുള്ളവർ മാത്രം കേട്ടോ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡിപ്ലോമയുടെ ഡീറ്റെയിൽസും പാടെ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യണം കേട്ടോ. അത് മറക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞു 3 ഇയർ ഡ്യൂറേഷനുള്ള പോളിടെക്നിക് കഴിഞ്ഞിട്ട് നിങ്ങൾ BR BTech ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ഡിപ്ലോമയുടെ ഡീറ്റെയിൽസും പാടെ കൊടുക്കാൻ മറക്കരുത്. അത് പ്രത്യേകമായിട്ട് കൊടുക്കണം എന്ന് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകം പറയാം കേട്ടോ, ബാക്കിയുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന അതായത് മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാണാൻ മുകളിൽ ഓക്കെ ഇലക്ട്രോണിക്സിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BR BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം. ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല, കണ്ടോ, ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട്. ഓക്കെ, 7ഓളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ BR BTech കഴിഞ്ഞെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാനേജ്മെൻറ്റ് ട്രെയിനി മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. കൂടെ കാണാം. ഈ പറഞ്ഞിരിക്കുന്ന ഏകദേശം 9 കാറ്റഗറി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കലിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും, കമ്പ്യൂട്ടർ സയൻസിൽ ഇതിലേതെങ്കിലും, കെമിക്കലിൽ ഇതിലേതെങ്കിലും, ദെൻ ഫൈനാൻസിൽ ഇതിലേതെങ്കിലും. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണ്ട. ഓക്കെ, എല്ലാ പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് ഞാൻ പറയാം. ഈ പോസ്റ്റിൽ അതായത് മാനേജ്മെൻറ്റ് ട്രെയിനി ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഡിസൈറബിൾ ആയിട്ടാണ് പറയുന്നത്. നിർബന്ധമല്ല, ഫ്രഷേഴ്സിനും ആണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗലിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ എക്സിക്യൂട്ടീവായിട്ട് അങ്ങനെയൊക്കെയുള്ള വർക്ക് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതല്ല അഡ്വക്കേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ബാർ കൗൺസിലൊക്കെ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അടുത്തത് സീനിയർ മാനേജർ സിവിലിലേക്കും ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിലിലേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന 9 മുതൽ 14 വർഷം വരെയൊക്കെ എന്തുണ്ട്, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊന്നും നിൽക്കുന്നില്ല. മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റും ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. റിട്ടൺ ടെസ്റ്റിൽ വരുന്നത് നമുക്ക് 2 മണിക്കൂർ ഡ്യൂറേഷനാണ്. 2 പാർട്ട് ഉണ്ടായിരിക്കും. ടോട്ടൽ ക്വസ്റ്റ്യൻ 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ പാർട്ട് 1 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് നമ്മുടെ അതായത് സബ്ജക്റ്റ് നിങ്ങളുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് 2 വരുന്നത് പാർട്ട് 1 കേട്ടോ. പാർട്ട് 2 വരുന്നത് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സിലബസ് വേണമെങ്കിൽ നമ്മൾ ഇട്ടുതരാം. സിലബസ് കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇമേജായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എക്സാം സെൻറ്ററാണ്. എക്സാം സെൻറ്റർ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണല്ലോ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോയിട്ട് എക്സാം എഴുതണമെങ്കിൽ അവിടെയും പോയിട്ട് എഴുതാം. ഇനി അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ, അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം സീനിയർ മാനേജർ, അതുപോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണെങ്കിൽ ഈ 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ മാത്രം ഉണ്ടാവുക, എക്സാം ഉണ്ടാവില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റു അലവൻസും കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ബേസിക് പേക്ക് പുറമെ നമുക്ക് DA, HRA, കമ്പനി അക്കോമഡേഷൻ തുടങ്ങിയിട്ട് ഒട്ടനവധി ഫെസിലിറ്റി നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് അലവൻസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അപേക്ഷാ ഫീസ് 500 രൂപയാണ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡ് അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. SC ST അതുപോലെ PWD എക്സ് സർവീസ്മെൻ ഒന്നും ഫീ കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയാം. അതിന് മുൻപായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചൊന്നും കൊടുക്കണ്ട. നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റ് നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്ത് നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ, ആ പ്രിൻ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും വെച്ച് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി. ഓക്കെ, എക്സാം എഴുതാനേ. എന്നാൽ ഈ പറയുന്ന പോസ്റ്റിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ, അതുപോലെ സീനിയർ മാനേജർ, അതുപോലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും ആ അപ്ലൈ ചെയ്തത് എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്ത് അത് കൂടാതെ ഒരു ബയോഡാറ്റ ഉണ്ടാവും BDL, അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഇടാം. ആ ബയോഡാറ്റ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മളിതാ ഈ അഡ്രസ്സിലേക്ക്, കാരണം DGM എന്ന് പറഞ്ഞിട്ട് ഈ അഡ്രസ്സിലേക്ക്, പിൻകോഡ് സഹിതം തെലങ്കാന,
ഇതിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. രജിസ്റ്റേർഡോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ടോ അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ അതോടൊപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ വെക്കട്ടോ, ബയോഡാറ്റിൻ്റെ കൂടെ. അതോടൊപ്പം നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യണം. അതായത് ഈ പറയുന്ന പോസ്റ്റിലേക്കുള്ളവർ കേട്ടോ, അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ, സീനിയർ മാനേജർ സിവിൽ, അതുപോലെ DGM സിവിൽ, ഇവർ മാത്രം ചെയ്താൽ ഈ 3 പോസ്റ്റിലേക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അത് നമ്മളെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് പോസ്റ്റിലേക്കാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോസ്റ്റിലുള്ളവർ മാത്രമാണ് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കുന്നത്. രജിസ്റ്റേർഡ് സ്പീഡ് ആയിട്ട് അയക്കാം. അപ്പോൾ അത് അവിടെ എത്തേണ്ട അവസാന തീയതി ഫെബ്രുവരി 28-ൻ്റെ ഉള്ളിൽ അവിടെ എത്തണം കേട്ടോ. പോസ്റ്റിലായിട്ട് ഈ പറയുന്ന പോസ്റ്റിലുള്ളവർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അയച്ചു കൊടുക്കുക. അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഒരു ബയോഡാറ്റ ഈ പറയുന്ന BDLൻ്റെ വെബ്സൈറ്റിലുണ്ട്, അതും ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന പോസ്റ്റിൽ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ എന്താണ് അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ ആണെങ്കിൽ ലീഗൽ എന്ന് കൊടുക്കുക. ഇനി SM സിവിലാണ് സിവിൽ, ഇനി അല്ലെങ്കിൽ DGM സിവിലാണെങ്കിൽ സിവിൽ, അത് നിങ്ങൾ ഏതാഴ്ച മെൻഷൻ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്ക് വശത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, നമ്മൾ BDLൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ ആ രജിസ്റ്റർ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എഴുതാൻ മറക്കണ്ട, അതും പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ശ്രദ്ധിക്കുക. അതായത് ഇതൊക്കെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുമാണ് ഈ പറയുന്ന കേട്ടോ. അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ ഇത് ഡിസേബിൾ ആണ്, എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സീനിയർ മാനേജർ, അതുപോലെ നിങ്ങൾക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ഇതിലേക്ക് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. എന്നാൽ നേരത്തെ ഞാൻ മുകളിൽ പറഞ്ഞ ജസ്റ്റ് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത്, ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ. നമ്മൾ എത്ര പറഞ്ഞാലും ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഓക്കെ. അതുകൊണ്ട് ഒന്നുകൂടെ ഞാനത് ജസ്റ്റ് ഇതിൽ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ. ഇതാ ഈ പറയുന്ന ഇലക്ട്രോണിക്സ്, മെക്കാനിക്ക്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, സൈബർ സെക്യൂരിറ്റി, കെമിക്കൽ, സിവിൽ, MT സിവിൽ, അതായത് MT ബിസിനസ് ഡെവലപ്മെൻറ്റ്, പബ്ലിക് റിലേഷൻ, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഈ പറയുന്ന പോസ്റ്റിലേക്കും അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ. ഈ പറയുന്ന പോസ്റ്റിലേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണ്ട. ഓക്കെ. നമ്മൾ ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ബാക്കി വരുന്ന 3 പോസ്റ്റിൽ ഇതാ അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ, SM സിവിൽ, DGM സിവിൽ, ഇവരെന്ത് ചെയ്യണം, ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം. പ്ലസ് അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയാം. പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് 30 ജനുവരിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ജനുവരി 27 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെല്ലാം കാണിക്കാം. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 21 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞു, ഈ പറയുന്ന അസിസ്റ്റൻറ്റ് മാനേജർ, സീനിയർ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണെങ്കിൽ അവർ 28 ഫെബ്രുവരി ഓഫ്ലൈനായിട്ട് അവർ അപ്ലൈ ചെയ്യണം. ഈ ഓൺലൈൻ പ്രിൻ്റ് എടുത്ത് അതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ അതിൻ്റെ ഡേറ്റാണിത്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എക്സാമിൻ്റെ ഡേറ്റാണ് ഏകദേശം ഇവിടെ പറയുന്നത്. മാർച്ച് 2025 തന്നെ നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. സിലബസ് നിങ്ങളെ എല്ലാം ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഈ പേജിലേക്കാണ് വരുന്നത്. നമ്മുടെ വെബ്സൈറ്റാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്കൂടെ കാണാം, അവൈലബിൾ ഓൺ 30, അതായത് ജനുവരി 30 നമുക്ക് അവൈലബിൾ ആ ലിങ്ക്. ആ സമയത്ത് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ അറിയാം, വളരെ കുറഞ്ഞ വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം വളരെ ക്ഷീണമാണ്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നല്ല കമൻറ്റും നല്ല ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വലിയ രീതിയിലുള്ളൊരു ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വലിയൊരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചാൽ മതി, സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യം. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ ഹോം പേജിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയേൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ അതിലൊക്കെ ഫോളോ ചെയ്യുക. കാരണം എല്ലാ അപ്ഡേഷൻസും നമുക്ക് ഇതിലും വളരെ എളുപ്പമായിട്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, അതുപോലെ ടെലഗ്രാം, എല്ലാത്തിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൻ്റെ ഇനി താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എല്ലാ സോഷ്യൽ മീഡിയൻ്റെ
ലിങ്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക്